ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഒരാൾ നല്ല നിലയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ മറ്റു ചിലർക്ക് അത് സഹിച്ചുകൂടാ എന്ന അവസ്ഥ വരാറുണ്ട്. അങ്ങനെ സഹിക്കാതെ ആകുമ്പോൾ അവർ പിന്നെ പറഞ്ഞു പരത്തുന്നത് ആ വ്യക്തികളെ പലതരത്തിൽ നിന്ദിച്ചുകൊണ്ടായിരിക്കും. പക്ഷേ നമ്മെക്കുറിച്ചാണ് ഇപ്രകാരത്തിൽ അവർ പറയുന്നതെങ്കിൽ നമ്മൾ അതൊരിക്കലും ഗൗനിക്കുകയേ ചെയ്യരുത്. ചില ആളുകൾ നമ്മെ വന്ദിച്ചു പറഞ്ഞു എന്ന് വരാം. അതേ സമയത്ത് ചിലർ തീർച്ചയായിട്ടും നിന്ദിച്ചു പറയും. അപ്പോൾ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നന്ദിയും നിന്ദയുമെല്ലാം ആ വ്യക്തിയിൽ നിക്ഷിപ്തമായതാണ്. നമ്മൾ സത്യസന്ധമായും ധർമ്മനിഷ്ഠയോടും ആത്മാർത്ഥതയോടും കൂടി ജീവിച്ചാൽ നിന്ദിക്കാൻ ധാരാളം വ്യക്തികളുണ്ടാകും. എത്ര നല്ല നിലയിൽ ജീവിച്ചാലും ഒരു വിഭാഗത്തിന് അത് സഹിക്കുകയില്ല. അത് ലോകത്തിൻ്റെ സ്വഭാവമാണ്. അതിനാൽ എല്ലാവരെയും ഒരേപോലെ ആക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ എല്ലാവരെയും ഒരേപോലെ കാണുവാൻ നമുക്ക് സാധിക്കും. ഒരാൾ നിന്ദിക്കുന്നുവെങ്കിൽ അത് അവരുടെ സ്വഭാവമായി കാണുക. ഒരാൾ സ്തുതിക്കുകയോ വന്ദിക്കുകയോ ആണ് ചെയ്യുന്നതെങ്കിൽ അത് ആ വ്യക്തിയിലുള്ള മഹത്വത്തിൻ്റെ ലക്ഷണമായിട്ട് കാണുക. അപ്പോൾ രണ്ടും നമ്മെ ബാധിക്കുകയില്ല. വന്ദിക്കുന്ന സമയത്ത് നമ്മൾ അഹങ്കരിക്കുകയും നിന്ദിക്കുമ്പോൾ നമ്മൾ തളരുകയും ചെയ്യരുത്. വന്ദിക്കുമ്പോൾ അഹങ്കരിക്കുന്നവർ തീർച്ചയായിട്ടും നിന്ദിക്കുമ്പോൾ തളരും. അങ്ങനെയുള്ളവരാണ് ആത്മഹത്യയൊക്കെ ചെയ്യുന്നവർ. ചെറിയ ഒരു വാക്ക് കേൾക്കുമ്പോഴേക്കും അത് കേൾക്കാനുള്ള കഴിവില്ലാതെ വേഗം പോയിട്ട് മരിച്ച എത്രയോ വ്യക്തികളുണ്ട്. അതൊക്കെ ഈ ഒരൊറ്റ 4 വരി നമ്മളൊന്ന് കേട്ട് കഴിഞ്ഞാൽ ആ ആത്മഹത്യ ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. നിന്ദിച്ചാലും സ്തുതിച്ചാലും നിന്നെ നന്നായി വന്ദിച്ചു കേട്ടുകൊള്ളേണം. ഒന്നുകൊണ്ടും ചലിക്കാതെ മനമേ നിന്നുകൊണ്ടിടു നീ നിന്റെ നിലയ്ക്ക്. നിന്ദിച്ചാലും സ്തുതിച്ചാലും നിന്നെ നമ്മളെ നിന്ദിക്കുകയും ചെയ്യും, സ്തുതിക്കുകയും ചെയ്യും. അത് രണ്ടും ഉണ്ടാവും. നിന്ന മാത്രമുള്ള ഒരു മനുഷ്യനുമില്ല. ഗോവിന്ദചാമിക്ക് കൂടി ജയിലിലും പുറത്തും എത്രയോ ആളുകൾ അയാളെ വന്ദിക്കാനും ആദരിക്കാനുമുണ്ട്. കാരണം എത്ര ക്രൂരനായ വ്യക്തിക്കും ഉണ്ടാകും വന്ദിക്കാനും സ്തുതിക്കാനുമൊക്കെ ആൾക്കാർ, സ്തുതിപാഠകന്മാരുണ്ടാവും. സത്യസന്ധന്മാരെ നിന്ദിക്കുന്നവരുമുണ്ടാകും. അതാണ് നിന്ദിച്ചാലും സ്തുതിച്ചാലും നിന്നെ നന്നായി വന്ദിച്ചു കേട്ടുകൊള്ളേണം. നമ്മൾ നിന്ദിക്കുകയാണെങ്കിൽ വന്ദിച്ചുകൊണ്ട് തന്നെ അത് കേൾക്കുക. സ്തുതിക്കുകയാണെങ്കിൽ വന്ദിച്ചുകൊണ്ട് തന്നെ അത് കേൾക്കുക. ഒന്നുകൊണ്ടും ചലിക്കാതെ മനമേ, അല്ലയോ മനസ്സേ, ഈ സ്തുതികൾ കേൾക്കുമ്പോൾ നീ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയോ നിന്ദിക്കുമ്പോൾ നീ തകർന്നു പോവുകയോ ചെയ്യരുത്. രണ്ടും അവരുടെ കാഴ്ചപ്പാട് മാത്രമാണ്. അവരുടെ ഉള്ളിലുള്ള ഗുണം ഏതാണോ അതിലൂടെയാണ് അവർ നമ്മെ നോക്കുന്നത്. നന്മ മാത്രമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരു വ്യക്തിയിലെ നന്മ കാണാൻ സാധിക്കുകയുള്ളൂ. തിന്മ നിറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക്, തിന്മയുടെ തിമിരം ബാധിച്ച ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ നന്മ ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല. അവർ കാണുന്നതൊക്കെ തിന്മയായിരിക്കും. അതാണ് കാരണം. അതിനാൽ രണ്ടും നമുക്കുണ്ടാകും. രണ്ടിനെയും നമ്മൾ ഒരേപോലെ കാണും. വന്ദിക്കുമ്പോൾ നമ്മൾ
ആ അതിയായി സന്തോഷിച്ചാൽ നിന്ദിക്കുമ്പോൾ നമ്മൾ തളരും. അതുകൊണ്ട് രണ്ടിനെയും ഒരേപോലെ കാണുക. സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യാതെ തൻ്റെ സമനില നഷ്ടപ്പെടാതെ ആത്മചിന്തയിൽ തന്നെ ഓരോ സെക്കൻഡും വിനിയോഗിക്കൂ. അതാണ് നാം ചെയ്യേണ്ടത്. അതിനാൽ നിന്ദിച്ചാലും സ്തുതിച്ചാലും നിന്നെ നന്നായി വന്നിച്ചു കേട്ടുകൊള്ളേണം. ഒന്നുകൊണ്ടും ചലിക്കാതെ മനമേ നിന്നുകൊണ്ടിടു നീ നിന്റെ നിലയ്ക്ക്.